എന്തായാലും പ്രത്യേകിച്ച് നിങ്ങൾ ടാറ്റയുടെ പുതിയൊരു വണ്ടി എടുക്കുന്നെങ്കിൽ ഇപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും നമുക്കൊരു വീഡിയോ ചെയ്യണം കേട്ടോ. നമ്മുടെ പഞ്ച് EV കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഡെലിവറി എക്സ്പീരിയൻസ് എല്ലാം കൂടെ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ അതിന് മുന്നേ എൻ്റെ അടുത്ത് ചേട്ടാ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ജസ്റ്റ് നോർമലി നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം കൂടിപ്പോയാൽ 1.5 മാസമായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുന്നത് 4 മാസമായിട്ടും 2 ആഴ്ചക്കകത്ത് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്താ പറയുക നമ്മളെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതേ കണ്ടോ 4 മാസമായി ഇതുവരയ്ക്കും ചേട്ടന് ആ ഒരു വണ്ടി കിട്ടിയില്ല എന്നുള്ളതാണ്. എത്ര രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായെന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ ചേട്ടൻ പറഞ്ഞത് കൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടാറ്റ എന്ന് പറയുന്നത് ഒന്നാമത് ആദ്യം തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കസ്റ്റമർ സർവീസ് വളരെ മോശമാണ് അല്ലേ. ഇതുപോലെ തന്നെയാണ് ആക്ച്വലി സർവീസിൻ്റെ കാര്യത്തിലും പലരും എന്താ പറയുന്നത്. നമ്മൾ ഒരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ അത് സർവീസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേയധികം കംപ്ലൈൻറ്റുകളാണ് ഉണ്ടാകുന്നത്. സോ അതൊക്കെ എന്തായാലും ഇനി ഫ്യൂച്ചറിൽ നമുക്ക് അല്ലേ മറ്റൊരു വീഡിയോയിലൂടെ പറയാനേ വണ്ടി കിട്ടുമ്പോൾ ഏത് പരുവത്തിൽ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതെ അത്രേ ഉള്ളൂ. എന്തായാലും PDI എനിക്ക് തോന്നുന്നു ആ കളർ ഉണ്ടല്ലോ ഇപ്പൊ സൂപ്പർനോവയിൽ അവൻ്റെ ആ ഒരു മഞ്ഞ കളർ ഇടാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു കസ്റ്റമർ PDI പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഫെയിലർ ആയിട്ടുണ്ടാവാം. അതാണ് ആ കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, മിക്കവാറും അതായിരിക്കും കാരണം. എന്തായാലും ചേട്ടൻ്റെ പുതിയ വണ്ടി അതും നമുക്ക് ഇഷ്ടമുള്ള കളറും അല്ല വരുന്നത്. പിന്നെ എന്താ പറയുക അവസ്ഥ ഇപ്പം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഓക്കെ ഇതെങ്കിൽ ഇത് എന്നുള്ള രീതിക്കാണ് ചേട്ടൻ ഇപ്പോൾ ആ ഒരു കളർ ഏതായിരുന്നു സൂപ്പർനോവ അല്ലേ, സൂപ്പർനോവ കോപ്പർ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു വണ്ടി മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം ആ ഒരു ഡീലർഷിപ്പ് അത് നല്ലതാണോ എന്ന് ആദ്യം നോക്കുക. കൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ കാശ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ലോൺ അപ്രൂവ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ടല്ലോ അത് ബാങ്കുകാർ തന്നെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയുക. വണ്ടി യാർഡിൽ എത്തിയതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതല്ലേ നമുക്ക് നല്ലത്. ഇതിപ്പോൾ ഇവരുടെ കയ്യിലായി പൈസ ഫുള്ള്. സോ ഇത് മെയിനായിട്ട് ഇവരുടെ ഇത് 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് വണ്ടി കിട്ടുമെന്നൊക്കെ പറയണം. അവരുടെ ആ ഒരു ടാർഗറ്റ് എന്താ പറയാ റീച്ച് ആക്കാനുള്ള ഒരു പരിപാടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല. 3:85 വരെ ഇരിക്കുമ്പോൾ അവർ സേഫ് ആണ്. അതെ സേഫ് ആണ്, പോകാൻ വഴിയില്ല, ഉറപ്പാണ്. ഇനി അല്ല എങ്ങനെ പോവും, നമ്മളെ പൈസ പോയി നമ്മളെ വണ്ടിയും പോയി. അതെ ഞാൻ വേറെ എന്റെ വണ്ടിക്ക് തിരിച്ചാന്ന് പറയുമ്പോൾ ആ വണ്ടി വിറ്റ് പോയെന്നാണ് അവർ പറഞ്ഞത്.